ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പതിവ് പോലെ തന്നെ മുംബൈയിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. ഒരു ദിവസത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും കേട്ടോ ഇനിയുള്ള വ്ളോഗ്സൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ശരിക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് മുംബൈയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ടെൻഷനുകളുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തിയപ്പം അത്ര വലിയ ടെൻഷനൊന്നും ആയിട്ട് തോന്നിയില്ല ഒന്നും, അൽഹംദുലില്ലാ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഇതായിരുന്നു മെയിനായിട്ട്, അതായത് സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പം ഞാൻ പിന്നെ മസാലപ്പൊടികൾ അതിപ്പോൾ പാത്രമൊക്കെ നമ്മൾ കഴുകിയിട്ട് വേണ്ട ഇട്ട് വെക്കാൻ. അപ്പോൾ ഞാനെന്താ ചെയ്തത്, നമ്മൾ സിപ്ലോക്ക് ബാഗ് അതിലോട്ട് ഇറക്കി വെച്ചു. അതങ്ങനെ പുറത്ത് വെക്കുമ്പം നന്നായിട്ട് ക്ലോസ് ആയിട്ടില്ല എന്നാണെങ്കിൽ കേടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇറക്കി വെച്ചു പാത്രത്തിലോട്ട്. പാത്രം കഴുകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് ഉണങ്ങൊക്കെ വേണ്ടേ. പിന്നെ ഇന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ചോറും കറിയൊക്കെ വന്ന പാടനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നു പ്രോട്ടീൻ റിച്ച് ഫുഡ് നന്നായിട്ട് ഇക്കാനോട് കഴിക്കാൻ. ചെറുപയർ മുളപ്പിച്ചതും പിന്നെ മുട്ട, ചിക്കൻ അതൊക്കെ നന്നായിട്ട് സർജറിക്ക് മുമ്പ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. മുളപ്പിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ചോറിലേക്ക്. പിന്നെ ഇതും മുട്ട പൊരിച്ചതും അങ്ങനെയൊക്കെ, പിന്നെ ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ തന്നെയല്ലേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിക്കന് ഇപ്പോൾ നമുക്ക് ചിക്കനൊക്കെ കിട്ടി കേട്ടോ. നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ചിക്കൻ സ്റ്റോളൊക്കെ. പക്ഷേ വന്ന സമയത്ത് നമ്മൾ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അപ്പോഴൊന്നും ചിക്കൻ നമുക്ക് ഓർഡർ ചെയ്തിട്ട് എത്തിക്കണോ അതൊന്നും നമുക്ക് ഒരു ശരിക്കുള്ളൊരു അറിവുണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാം ഓക്കെ ആയി കേട്ടോ. ശരിക്കും ഞാനിവിടെ വന്നപ്പോഴേ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റുമെന്നൊക്കെ. കാരണം നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവാണ്, അവിടെ കിച്ചണൊക്കെ ഓക്കെ ആണോ, പാത്രങ്ങളൊക്കെ ഉണ്ടോ, ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ എല്ലാം അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിലാട്ടോ വന്നിട്ടുള്ളത്. അതുതന്നെ വലിയൊരു കാര്യം. അതൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ എന്താ പറയുക, നമ്മൾ അതൊക്കെ നമ്മുടെ അനുഗ്രഹങ്ങളായിട്ട് എടുക്കണം എന്നാണ് പറയുക. അപ്പം ഇവിടെ നല്ല റൂം കിട്ടിയതും നല്ല സൗകര്യങ്ങളും ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയതിന് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ചോറ് ഒരു കുക്കർ ഞാൻ ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കറിയും വെച്ച് ഇവിടെ പിന്നെ കുക്കർ 3-4 ഉണ്ടായിരുന്നു ഇവിടെ ഈ റൂമിൽ കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്. അതും കുറേ പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അലക്കുക, എങ്ങനെയാണ് അത് ഡ്രൈ ആക്കാന്നൊക്കെ. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫുൾ ഓട്ടോമാറ്റിക് തന്നെയായിരുന്നു. അപ്പം അലക്കാൻ കുറച്ചിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം പച്ചമാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ പച്ചമാങ്ങ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കഴിക്കൂല കേട്ടോ. എനിക്ക് ഭയങ്കര പുളിപ്പാണ്. അവിടെ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുപയർ കറി, നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ ഉണ്ടാക്കുന്ന ചെറുപയർ കറിയില്ലേ, ജസ്റ്റ് മസാലപ്പൊടികളൊന്നും ഇല്ലാത്ത ചെറുപയർ കറി, അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ മുമ്പ് പല വ്ളോഗ്സിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് റെസിപ്പി. പിന്നെ ചോറ് ഊറ്റിയെടുക്കുകയാണ്. എന്താ പറയുക, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ UAE കഴിഞ്ഞ സമയത്ത് നമുക്ക് ഓട്ടപാത്രത്തിലോട്ടൊക്കെ ഇടാനുണ്ട്. ഇവിടെ പിന്നെ ഓട്ടപാത്രം ഇല്ല, ഇങ്ങനത്തെ വലിയൊരു പാത്രമേ ഉള്ളൂ, അരിപ്പ പോലത്തേ ഉള്ളൂ. അപ്പോൾ അതിലേക്കാക്കിയിട്ട് കുറേശ്ശെ ആക്കിയിട്ടാണ് അത് ഡ്രെയിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ 2 പാത്രത്തിലേക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമാങ്ങ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കുന്നതിലും എത്രയോ ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഇവിടെ കുറച്ച് കൂട്ടാൻ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ, കാരണം നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ മനസ്സിനൊരു സംതൃപ്തി ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ്. എല്ലാവരും നല്ല കാര്യമായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. ഇക്കാക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും വേറെ രീതിയിലാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ചിലർക്ക് ഉള്ളി വേണ്ട, ചിലർക്ക് ഉള്ളി വേണം, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചമ്മന്തി അരയ്ക്കുകയാണ്. പച്ചമാങ്ങയും ഉപ്പും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടി ക്രഷ് ചെയ്യുക.
ചില സമയത്ത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്നെന്തോ ചട്ടിയിൽ പിടിച്ചു, എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ ഉള്ളി വേണ്ട, ചിലർക്ക് ഉള്ളി വേണം. എനിക്ക് പിന്നെ എന്തെങ്കിലും ആയാൽ മതി. ഇനിയിപ്പം മുട്ട ഇല്ലെങ്കിലും വേണ്ടില്ല, എന്തെങ്കിലും കൂട്ടി കഴിച്ചാൽ മതി. അപ്പോൾ അതാ ചമ്മന്തി പച്ചമാങ്ങയും പച്ചമുളകും കൂടി അരച്ചിട്ടുണ്ട്. അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നാട്ടിൽ നിന്ന് ഈ തേങ്ങ കൊണ്ടുവന്നുകൊണ്ട് ഭയങ്കര ഒരു ഉപകാരം കേട്ടോ. കാരണം നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പം ഫ്രഷായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിപ്പം നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ചിരവി കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ. അവിടെ വന്നപ്പോൾ തേങ്ങക്ക് ഭയങ്കര ഉപയോഗം തന്നെ കേട്ടോ. നമ്മൾ നാട്ടിൽ തേങ്ങ അരച്ച കറിയൊക്കെ കൂട്ടിയിട്ടായിരിക്കാം. പിന്നെ തക്കാളി കറി തലേ ദിവസത്തെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ആ തക്കാളി കറീൻ്റെ കൂടെ ഞാനൊരു മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് അതിന് വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ട് അതും കൂടി ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ മുട്ടയിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ്. പിന്നെ ഇക്കാക്ക് ചിക്കൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ചിക്കനൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. അപ്പം ചിക്കന്, മുട്ട, വെള്ളം ഇതൊക്കെ ഒന്ന് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലോത്ത് ഡ്രയർ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ സൗകര്യങ്ങളും. ഞാനും വിചാരിച്ചു ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണമെന്ന്, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വാങ്ങിക്കാനിരിക്കുമ്പോഴാണ് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഈ ഒരു സ്റ്റാൻഡ് കണ്ടത്. അപ്പോൾ ഒരു തവണ അലക്കിയിട്ടിട്ടുണ്ട്, ഇനിയിപ്പം ഒരു ബാച്ചും കൂടി ഇടാനുണ്ട് ഇത് ഉണങ്ങിയ ശേഷം കേട്ടോ. പിന്നെ ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും മടക്കി വെക്കുന്നേ ഉള്ളൂ. അതൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന സമയത്ത് മുമ്പ് എടുത്ത് വെച്ചല്ലേ അത്. അപ്പം അതൊക്കെ ഞാൻ പെട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്നേ ഉള്ളൂ. നാത്തൂൻ്റെ മോള്, അതായത് ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മോള് മടക്കി വെച്ചാൽ കേട്ടോ. നല്ല ഉഷാറായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് പെട്ടിയിൽ. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ അതേപോലെ വെക്കാൻ പറ്റി. അപ്പോൾ ഇവിടെയും മഴയുണ്ട്, വലിയ മഴ ഇല്ലെങ്കിലും മഴയുണ്ട് കേട്ടോ. എന്താ മഴ അപ്പുറത്ത് പോകരുത് കേട്ടോ. നല്ല രസമുണ്ടോ? മഴ രസമുണ്ട്. നമുക്ക് പോണ്ട. മഴ പോയോ? നമുക്ക് മഴൻ്റെ അടുത്തേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് എന്താ സൗണ്ട്? എന്താ ഒച്ച ആക്കല്ല, സൗണ്ട് എന്ന് പറ. എന്താണ്? ആരാ ഒച്ച ആക്കുന്നത്? മഴ ഒച്ച ആക്കാണ്. മഴ ഒച്ച ആക്കുന്നു, സൗണ്ട് ആക്കുന്നത് പറഞ്ഞു. മഴ ഒച്ച ആക്കുന്നു. എവിടുന്ന് ഈ ഒച്ച കിട്ടിയത്? മഴ മക്കണുണ്ടോ? എന്ത് മണാണ് മഴന്റെ? എന്ത് മണ നോക്കാം? ചോക്ലേറ്റ് മണം വരുന്നുണ്ടോ? മഴ ചോക്ലേറ്റ് മണുണ്ട്. ആ റൂയിന്റെ കൈയാണ്. അതെ, അതെന്താ? എന്താ കഴിഞ്ഞു കഴിഞ്ഞു സാധനം എന്താ? ആ മഴ ഒച്ച ആക്കാണ്. ഓക്കെ, ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ബൈ ബൈ. മഴ പറഞ്ഞു. ഞാൻ കാണണ്ട, അപ്പുറത്ത് വീഴും. ഓക്കെ, ബൈ. പിന്നെ ഇക്കാൻ്റെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഞാൻ അധികം വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം ഈ ഒരു അസുഖം വെച്ചിട്ട് വരുന്ന ഒരുപാട് ടെൻഷനുള്ള കുറേ ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അവരുടെയൊക്കെ പ്രൈവസി വെച്ച് നോക്കുമ്പോൾ നമ്മളതൊന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരിക്കും അവിടെ നമ്മൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും. എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടോ, മീൻസ് അതൊന്നും കാണിക്കാൻ തോന്നില്ല നമുക്ക്. ഓക്കെ, പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിക്കാം കേട്ടോ. അധികം ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്താ പറയുക,
നിങ്ങൾക്ക് ഇനി ബോറടിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. എന്നാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ മുംബൈ ഒന്ന് കാണാമല്ലോ. ഞാനും മുംബൈയിൽ വരുന്നതിന് മുമ്പ് ഇതുപോലെ 1-2 വ്ളോഗ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷ്മമായി നോക്കും എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണാമല്ലോ. അതൊക്കെയാണ് മുംബൈയിലെ പുറത്തുള്ള കാഴ്ചകൾ. കൂടുതലും സ്ട്രീറ്റ് ഫുഡ്സ് തന്നെയാണ് കേട്ടോ. കുറേ ആൾക്കാർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടാവും. മീൻസ് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്ന് പോവും. അങ്ങനെ നല്ല ഭംഗിയുണ്ട് ഉണ്ടാക്കുന്ന കാണാനൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി, ട്രാഫിക്കിൽ കുടുങ്ങിയതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത്, ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട് വരുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ ഡോക്ടറെ കാണാൻ പറ്റി. അപ്പം ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ. ഇക്കടെ സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ടീമിലുള്ള ഒരു ഡോക്ടറാണത്. ഡോക്ടറുടെ പേര് വിവേക് എന്നാണ്. ഇക്കാൻ്റെ UAE വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ചീഫ് എഞ്ചിനീയറുടെ മോനാണ് ഈ ഡോക്ടർ കേട്ടോ. വിവേക് സുകുമാർ എന്നാണ് പേര്. പിന്നെ വേറെയും കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇക്കടെ സർജറി ചെയ്യുന്നത് ഇൻഷാ അല്ലാ. അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടു. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. സർജറിയുടെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് പോരും കേട്ടോ. തിരിച്ച് വരുന്ന വഴി നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ കയറിയതാണ്. അപ്പോൾ അവിടുന്ന് മസാല ദോശയും പിന്നെ അപ്പോൾ എനിക്ക് മസാല ദോശ കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ദാഹി പൂരി കഴിച്ചു. അങ്ങനെ ഒക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു. കുട്ടികൾക്ക് പാർസലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം വൈകുന്നേരം അവർക്ക് ഞാൻ മാക്രോണി ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഫുഡൊക്കെ ഉണ്ടല്ലോ, പിന്നെ വെറുതെ ഇപ്പം അവിടെ റെസ്റ്റോറൻറ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ക്ലീനിങ് വൈകുന്നേരം വന്നിട്ടാണ് ക്ലീനിങ്ങൊക്കെ നടത്തുന്നത് കേട്ടോ. രാവിലെ ഇവിടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, ഫുള്ള് ബിസിയാണ്. നമ്മൾ ചിലപ്പോൾ നാട്ടിലേക്കാളും ബിസിയാണ് ഇവിടെ വരുമ്പോൾ. കാരണം ഇവിടെ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്, വീഡിയോ ഇടുന്നുണ്ട്, കൂടെ ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഫുൾ ബിസിയാണ്. പിന്നെ ഇവിടെ നമ്മൾ ചെരുപ്പ് വെക്കാനുള്ള സ്റ്റാൻഡൊന്നുമില്ല. അപ്പോൾ പുറത്തല്ല ചെരുപ്പ് വെക്കുന്നത്, അകത്താണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നമ്മൾ ഗാർബേജ് ബാഗ് ഉണ്ടല്ലോ, വേസ്റ്റ് ഇടുന്നത്, അത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അത് മാറ്റി കൊടുത്താൽ മതിയല്ലോ. നമ്മൾ ചെരുപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ ഇവിടെ വെറുതെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പം അത് ഇവിടെ ഇട്ട് പോകണ്ടേ. കുറേ സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിക്കാനല്ലോ നമ്മൾ വന്നത്. അപ്പം അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ പോകുന്നവർ ഇതുപോലെ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അവനക്കാണെങ്കിൽ അതിനെക്കാട്ട് വലിയ സൈക്കിള് ജോബേബിനെ കാണട്ടെ. ബഷാക്കി എടുത്ത് അബോബില്ല. കണ്ടോ, റോസ് വേണ്ട റൂയിൻ്റെ ഫ്രണ്ടാണ് സോബേബി കേട്ടോ. എൻ്റെ അങ്കിളുടെ മൂത്ത മോൻ്റെ കുട്ടിയാണ് സോബേബി. ഞാൻ വരാൻ നേരം UAE നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടീനെയും ബർഷാദിനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമുള്ള ഫ്രണ്ടുമാണ്. എന്നാൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ സോബേബിക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ വേഗം ഇരുന്ന് കഴിക്കും. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ ഇവിടെ നമ്മൾ മാക്രോണി ഉണ്ടാക്കുകയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാക്രോണി, പിന്നെ ബീഫും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് വൈറ്റ് സോസ് മാക്രോണി ഉണ്ടാക്കിയതാട്ടോ. ഉണ്ടാക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ മക്കൾക്കാണ് മെയിൻ. പിന്നെ ഷാബിക്കും അതുപോലെ ഇക്കാക്കും ചോറും കറിയൊക്കെ ഉണ്ട്. ഷാബി കഴിക്കും മാക്രോണി. പക്ഷേ എന്നാലും ഞാൻ പറയാറുണ്ടല്ലോ, മാക്രോണി എന്തുകൊണ്ടോ ആണുങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, കഴിക്കും. പക്ഷേ ഇവിടെ ഒക്കെ തീരെ കഴിക്കില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ. താങ്ക് യു.